ആപ്പിൾ ഐഫോൺ 16 സീരീസ് അവതരിപ്പിക്കാൻ ഇനി വെറും 2 മാസമാണ് ബാക്കിയുള്ളത്. ഹാർഡ്വെയറിന്റെ കാര്യത്തിൽ വരാനിരിക്കുന്ന സ്മാർട്ട് ഫോണുകൾ എന്തെല്ലാം വാഗ്ദാനം ചെയ്യുമെന്നതിനെ കുറിച്ച് ധാരാളം ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഒന്നും ഉറപ്പിക്കാനാകില്ലെങ്കിലും പുതിയ ഐഫോണുകൾക്ക് ശക്തി പകരുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമായ iOS 18 നിരവധി AI പവർ സവിശേഷതകൾ ലഭിക്കുമെന്ന് ആപ്പിൾ ഇതിനോടകം തന്നെ പറഞ്ഞിട്ടുണ്ട്. ChatGPT സംയോജനം മുതൽ ഐ ട്രാക്കിംഗ് പ്രവർത്തനക്ഷമത വരെ വരാനിരിക്കുന്ന ഐഫോണിൽ ഷിപ്പ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ചില അവിശ്വസനീയമായ സവിശേഷതകളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ChatGPT സംയോജനം. ആപ്പിൾ അതിന്റെ വേൾഡ് വൈഡ് ഡെവലപ്പർ കോൺഫറൻസിൽ, അതായത് WWDCയിൽ ശരിക്കും സഹായകമായ ബുദ്ധി നൽകാൻ സിരിയുമായി ChatGPT സംയോജിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. iOS 18-ൽ സിരി ഉപകരണത്തിൽ ആപ്പിൾ ഇന്റലിജൻസ് ഉപയോഗിക്കും. എന്നാൽ ഫോട്ടോകളും ഡോക്യുമെന്റുകളും സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുമ്പോൾ, എഴുത്ത് സഹായവും മറ്റും നൽകുമ്പോൾ പേഴ്സണൽ അസിസ്റ്റന്റ് ChatGPT അവലംബിക്കും. സിറിയുടെ ChatGPT പ്രയോജനം ഉപയോക്തൃ ഹിസ്റ്ററി സംഭരിക്കുന്നില്ല എന്ന് ആപ്പിൾ പറയുന്നു. ഇത് AI പവേർഡ് ചാറ്റ് ബോട്ടുമായി കൂടുതൽ സ്വകാര്യ സംഭാഷണം വാഗ്ദാനം ചെയ്യുന്നു. കൂടുതൽ ആപ്പുകളിൽ പണമടയ്ക്കാൻ വെറും ഒരു ടാപ്പ് ടു പേ എന്നാണ് ഇതിന് പറയുന്നത്. 10 വർഷത്തേക്ക് യൂറോപ്യൻ യൂണിയനിലെ മൊബൈൽ വാലറ്റ് ദാതാക്കൾക്ക് ടാപ്പ് ടു പേ പ്രവർത്തനം തുറക്കുമെന്ന് ഈ മാസം ആദ്യം ആപ്പിൾ പറഞ്ഞിരുന്നു. ഇതിനർത്ഥം ആപ്പിൾ പേ ഒഴികെയുള്ള ആപ്പുകൾക്ക് ഷോപ്പുകളിൽ മൊബൈൽ പേയ്മെന്റുകൾ നടത്താനും കാറുകൾ അൺലോക്ക് ചെയ്യാനും ഇവന്റ് ടിക്കറ്റുകൾ പോലുള്ള മറ്റു ആവശ്യങ്ങൾക്കും ഐഫോണിന്റെ NFC ചിപ്പ് ഉപയോഗിക്കാനും കഴിയും. പുതിയതും മെച്ചപ്പെട്ടതുമായ സിരി. iOS ഉപകരണങ്ങൾക്കായുള്ള ആപ്പിളിന്റെ വോയിസ് അസിസ്റ്റന്റ് സിരിയും ചില അപ്ഗ്രേഡുകൾ വാഗ്ദാനം ചെയ്യുന്നു. പേഴ്സണൽ അസിസ്റ്റന്റ് ഉടൻ തന്നെ കൂടുതൽ സംഭാഷണം നടത്തുകയും വാക്കുകൾ തെറ്റായി ഉച്ചരിക്കുമ്പോൾ പോലും ചോദ്യം മനസ്സിലാക്കുകയും ചെയ്യും. ഉപയോക്താക്കൾക്ക് സിരിയുടെ വേക്ക് വേർഡ് അവർക്ക് ആവശ്യമുള്ള രീതിയിൽ മാറ്റാനും കഴിയുമെന്ന് കമ്പനി പറയുന്നു. ക്ലീനപ്പ് ടൂൾ. ഗൂഗിളിന്റെ മാജിക് ഇറേസിന് സമാനമായി iOS 18-ലെ ക്ലീനപ്പ് ടൂളിന് ഇമേജ് പശ്ചാത്തലത്തിൽ നിന്ന് ഒബ്ജക്റ്റുകൾ തിരിച്ചറിയാനും നീക്കം ചെയ്യാനും കഴിയും. ഉപകരണത്തിൽ തന്നെ പ്രോസസ്സിംഗ് നടക്കുമോ അതോ ആപ്പിൾ ക്ലൗഡിൽ ഫോട്ടോ പ്രോസസ് ചെയ്യുമോ എന്നത് ഇപ്പോഴും അറിയില്ല എങ്കിലും നിങ്ങൾ പലപ്പോഴും ഫോട്ടോകൾ എടുക്കുന്ന ആളാണെങ്കിൽ ഇത് വളരെ ഉപകാരപ്രദമായിരിക്കും. ഐ ട്രാക്കിംഗ്. ഐഫോണിലും ഐപാഡിലും ഐ ട്രാക്കിംഗ് ഫീച്ചറും ആപ്പിൾ കൊണ്ടുവരുന്നു. ഇത് കണ്ണിന്റെ ചലനങ്ങൾ ഉപയോഗിച്ച് iOS ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഉപകരണം നിയന്ത്രിക്കാൻ ഉപയോക്താക്കളെ പ്രാപ്തമാക്കുന്നു. വരാനിരിക്കുന്ന ഫീച്ചറിൽ പോയിന്ററിന്റെ വേഗത മാറ്റുന്നതിനുള്ള സ്മൂത്തിംഗ് സ്ലൈഡർ, സ്നാപ്പ് ടു ഐറ്റം, ഡ്വൽ കൺട്രോൾ തുടങ്ങിയ നിരവധി കസ്റ്റമൈസേഷൻ ഓപ്ഷനുകളും ഉൾപ്പെടുന്നു. ഫേസ് ID ക്യാമറ ഉപയോഗിക്കുന്ന ഫീച്ചർ നിലവിൽ iOS 18-ന്റെ ബീറ്റ പതിപ്പുള്ളവർക്ക് ലഭ്യമാണ്. സ്മാർട്ട് സ്ക്രിപ്റ്റ്. ഐപാഡിൽ ഈ ഫീച്ചർ ലഭ്യമാണ്. നിങ്ങളുടെ കൈയക്ഷര ശൈലി നിലനിർത്തിക്കൊണ്ട് തന്നെ കൈയക്ഷര കുറിപ്പുകൾ സ്വയമേവ പരിഷ്കരിക്കുന്ന ഒരു പുതിയ സവിശേഷതയാണ് സ്മാർട്ട് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ആപ്പിൾ പെൻസിൽ ഉപയോക്താക്കൾക്ക് സ്പേസ് ചേർക്കാനും ടൈപ്പ് ചെയ്ത ടെക്സ്റ്റ് പേസ്റ്റ് ചെയ്യാനും ഒരു വാചകം സ്ക്രാച്ച് ചെയ്ത് നീക്കാനും കഴിയുമെന്നാണ് കമ്പനി പറയുന്നത്.